മക്കൾ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എപ്പോഴും. മുഴുവനും മക്കളെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് എപ്പോഴും എവിടെ നോക്കിയാലും മക്കളെ കാണണം എന്നുള്ളൊരു ചിന്താഗതി കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത്. ടൗൺഷിപ്പിലെ സോൺ 1 വീട് ഉള്ളത്. കൊച്ചു റൂമ മക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. അവരുടെ കളിപ്പാട്ടങ്ങൾ നിറയെ അവരുടെ ചിത്രങ്ങളൊക്കെയാണ്. നിവേദും ധ്യാനും ഇഷാനും തന്നെയാണ് മുറി നിറയെ. അവരുടെ കളിപ്പാട്ടങ്ങളൊക്കെ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. അവരുടെ ശേഖരത്തിലുണ്ടായിരുന്ന കളിപ്പാട്ടങ്ങളാണ്. ഈ ഒരു ഭാഗം അവർക്ക് 3 പേർക്കും വേണ്ടി പുതിയ വീട്ടിൽ മാറ്റി വെച്ചിരിക്കുകയാണ് പൂർണ്ണമായിട്ടും. അനീഷും സയനയും പുതിയ വീട്ടിൽ താമസം തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ ഓർമ്മകളും മുഴുവനും മക്കളതാണ്. പഴയ ഓർമ്മകളും പുതിയ വീടും ആ ഒരു ഇത് മാത്രമാണ്. മുഴുവനും മക്കളെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് എപ്പോഴും എവിടെ നോക്കിയാലും മക്കളെ കാണണം എന്നുള്ളൊരു ചിന്താഗതി കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത്. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് സ്പൂക്കി സ്കിൻസോ എന്ന് പറഞ്ഞിട്ട് 2 ടീമിനെ കണ്ട് അങ്ങനെ ഞാൻ അവരെ വിളിച്ച് അങ്ങനെ അവർ വന്ന് വരച്ചു തന്നാണ്. അവർക്കിത് വരയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മക്കളതായതുകൊണ്ട് അവർ പിന്നെ സാധാരണ 2 ദിവസം കൊണ്ട് വരച്ച് തീർക്കുന്നതാണ്. പക്ഷേ ഇത് അവരെ കൊണ്ട് വരയ്ക്കാൻ പറ്റണില്ല എന്ന് അവരെന്നെ ഓരോ ഭാഗങ്ങൾ വരയ്ക്കുമ്പോഴും അവരെ കണ്ണെന്നറിയായിരുന്നു. ഫസ്റ്റ് വരയ്ക്കണ സമയത്ത് അവിടെ ആദ്യം പോയി പിന്നെ പുത്തുമല പിന്നെ ഹൃദയഭൂമി പോയി അവരെ കണ്ട് കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി കഴിഞ്ഞിട്ടാണ് അവർ പിന്നെ വന്നിട്ട് വരയ്ക്കാൻ നിന്നത്. മക്കൾ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എപ്പോഴും. ഇപ്പോഴും അവിടെ പോകാറുണ്ട്. ഹൃദയഭൂമിയിലെ ചോക്ലേറ്റും കളിപ്പാട്ടുമായി പോകുന്ന പതിവ് ഇപ്പോഴും ഉണ്ടോ? എപ്പോഴും ഉണ്ട്. എപ്പോഴും അവിടെ പോയിട്ട് മിഠായി വെക്കും, അവരോട് കുറേ സംസാരിക്കും. അപ്പം ഇവിടെ എന്തായാലും എവിടെ തിരിഞ്ഞാലും അവരുടെ ഓർമ്മ തന്നെയാണ് എല്ലാവിടെയും. ഞങ്ങൾക്ക് മക്കൾ ഇവിടെ ഉണ്ട്. നിവേദും ധ്യാനും ഇഷാനും അവരുടെ അച്ഛമ്മ രാജമ്മയും പുത്തുമലയിലെ ഹൃദയഭൂമിയിലാണ് ഉറങ്ങുന്നത്. പക്ഷേ ഈ പുതിയ വീട്ടിൽ അവരൊക്കെ തങ്ങളോടൊപ്പം വേണമെന്ന് അനീഷും സൈനയും തീരുമാനിക്കുകയായിരുന്നു.